നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറുനാടൻ മലയാളി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രവചന മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായ 8 പേർക്കാണ് സമ്മാനങ്ങൾ ലഭിച്ചത്. തിരുവനന്തപുരം പാലോട് സ്വദേശി ശ്യാം ശങ്കറാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയ വിജയി. ശ്യാം ശങ്കറിന് കല്യാൺ ജ്വല്ലറിയിൽ നിന്നും 1 പവൻ സ്വർണമാണ് സമ്മാനമായി ലഭിച്ചത്. ഇദ്ദേഹം സമ്മാനം കൈപ്പറ്റി. പ്രവചന മത്സരത്തിൽ 2ാം സമ്മാനം നേടിയത് റോസി ജോസ് എന്ന വ്യക്തിയായിരുന്നു. ഇവരുടെ ഇമെയിൽ ഐഡിയിൽ ബന്ധപ്പെട്ടെങ്കിലും വിശദാംശങ്ങളോ മറുപടിയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ജൂലൈ 30-ന് ഈ സമ്മാനം റദ്ദു ചെയ്തു. 3ാം സമ്മാനം നേടിയത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശി അഭിറാം പി ആണ്. ജെയിൻ യൂണിവേഴ്സിറ്റി നൽകുന്ന പുത്തൻ ഐഫോൺ 17 അഭിറാമിന് സമ്മാനിച്ചു. ഇതുകൂടാതെ 4 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ വിജയം നേടിയവർക്ക് ഇടുക്കിയിലെ കുളമാവിലെ മനോഹരമായ കാനനം റിസോർട്ടിൽ ഒരു പകലും രാത്രിയും സൗജന്യമായി താമസിക്കാനുള്ള കൂപ്പണാണ് ലഭിച്ചത്. മാത്രമല്ല, ഇതിൽ പ്രായപൂർത്തിയായ കുട്ടികൾ ഉൾപ്പെടുന്നില്ല. അങ്ങനെയുള്ള ചില നിബന്ധനകൾക്ക് വിധേയമായിരുന്നു ഈ സ്റ്റേ. ഈ സമ്മാന കൂപ്പണുകൾ അർഹരായവർക്കായി വിതരണം ചെയ്തു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സ്വദേശി സ്റ്റാൻലി എബ്രഹാം, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശി KP വേണുഗോപാൽ, ആലപ്പുഴ ജില്ലയിലെ വെൺമണി സ്വദേശി ബിജു ജോർജ്, കോട്ടയം ജില്ലയിലെ വാകത്താനം സ്വദേശി സാം കെ തോമസ്, പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം സ്വദേശി അനീസ് KA, കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശി വിനീഷ് VP എന്നിവരാണ് ഈ സമ്മാനം നേടിയവർ. ആകെ 8 സമ്മാനങ്ങളാണ് മറുനാടൻ പ്രവചന മത്സരത്തിന്റെ ഭാഗമായി സമ്മാനമായി നൽകിയത്. കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനായി കാത്തിരിക്കുന്ന വേളയിലാണ് മറുനാടൻ പ്രവചന മത്സരം സംഘടിപ്പിച്ചത്. 5 പൊതുചോദ്യങ്ങളും 31 ഉപചോദ്യങ്ങളുമാണ് മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഇതിൽ ശരിയുത്തരം നൽകുന്നവരിൽ നിന്നും വിജയികളെ കണ്ടെത്തും എന്നതായിരുന്നു ഞങ്ങൾ വ്യക്തമാക്കിയത്. പൊതുചോദ്യങ്ങൾ 500ഓളം പേർ ശരിയാക്കിയെങ്കിലും 31 ഉപചോദ്യങ്ങളും പൂർണ്ണമായും ശരിയാക്കിയ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. സാങ്കേതികമായി സമ്മാനം നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കാമായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ ശരിയാക്കിയവർക്ക് പ്രഖ്യാപിച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ മറുനാടൻ തീരുമാനിക്കുകയായിരുന്നു. മറുനാടൻ മലയാളി പ്രവചന മത്സരം ഇതിനു മുൻപ് വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞുപോയത്. ഇക്കുറി മറുനാടന്റെ ഉദ്യമത്തിൽ കല്യാൺ ജ്വല്ലേഴ്സ്, ജെയിൻ യൂണിവേഴ്സിറ്റി, ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, ഇടുക്കി കുളമാവിലെ കാനൻ റിസോർട്ട് എന്നീ സ്ഥാപനങ്ങളാണ് സ്പോൺസർമാരായി വന്നത്.